മോളുടെ പേരെന്താ? എൻ്റെ പേര് ജസ്ന. ജസ്ന. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? ഇന്ത്യൻ സ്കൂളിൽ ഞാൻ 12th സ്റ്റാൻഡേർഡ്. മോൾക്ക് ഈ ബോധിധർമ്മയിൽ വന്ന് ജോയിൻ ചെയ്യാനും എന്തുമായിരുന്നു മോട്ടിവേഷൻ? എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണ് ജോയിൻ ചെയ്തത്? അപ്പോൾ ബാക്കിയുള്ള ആൾക്കാർക്ക് അതിൽ കൂടി പറയാൻ വരുന്ന അഭിപ്രായം എന്തുവാണ്? ഞാൻ ജോയിൻ ചെയ്യാൻ മെയിൻ കാരണം എൻ്റെ ഫിറ്റ്നസ്സിന് വേണ്ടിയാണ്, വെയിറ്റ് ലോസ് അതിനൊക്കെ വേണ്ടിയാണ് ഞാൻ ജോയിൻ ചെയ്യാൻ കാരണം. പിന്നെ ഞാൻ ജോയിൻ ചെയ്തിട്ട് എനിക്കുണ്ടായ കുറേ മാറ്റങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. എസ്പെഷ്യലി എൻ്റെ കോൺഫിഡൻസ് ബൂസ്റ്റായി. ഞാൻ ഭയങ്കര ഒരു ഷൈ പേഴ്സണാലിറ്റി ആയിരുന്നു ഇവിടെ വരുന്നതിന് മുന്നേ. പക്ഷേ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര മാറ്റമായിരുന്നു. ഞാൻ ക്ലാസ്സിലൊക്കെ ആയാലും ഇപ്പോൾ ലീഡർഷിപ്പ് ക്വാളിറ്റി ഇതൊക്കെ ഒത്തിരി ഡെവലപ്പായി. ഇപ്പോൾ സ്റ്റേജ് ഫിയർ അതൊക്കെ മാറി നല്ലൊരു രീതിയിൽ ഞാൻ വന്നു. ഇപ്പോൾ ഇവിടെ നിന്ന് ക്ലാസ് കഴിഞ്ഞ് അടുത്ത നിൻ്റെ ഹയർ സ്റ്റഡീന് വേണ്ടിയിട്ട് പുറത്തു പോകാനുള്ള പ്ലേയാണ്. അപ്പോൾ ഇവിടെ നിന്ന് നിനക്ക് കിട്ടിയ ഈ ക്ലാസ്സിൻ്റെ അനുഭവം കൊണ്ട് നാട്ടിൽ പോയി കഴിഞ്ഞാലും എന്തെങ്കിലും നിനക്ക് സെൽഫ് ഡിഫെൻസ് ആവശ്യം വരുമ്പോൾ നീ ഇപ്പോൾ പഠിച്ചത് കൊണ്ട് നിനക്ക് ഉപയോഗമാകണ്ടെന്നുള്ള ഒരു കരുത്തും കൂടി അറിയിക്കണം. എനിക്ക് പറയാനുള്ളത് എന്തെന്ന് വെച്ചാൽ, ഇപ്പം ഞാനിപ്പോൾ പുറത്ത് തനിച്ച് യാത്ര ചെയ്യുകയാണെങ്കിലും ഞാൻ നാട്ടിലാണെങ്കിലും എവിടെ ആണെങ്കിലും, ഇപ്പോൾ അതൊരു മെയിലാണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും ഒരു അറ്റാക്ക് ചെയ്യാൻ വരുവാണെങ്കിലും എന്തിനു വരുവാണെങ്കിലും എനിക്ക് ഫേസ് ചെയ്യാനുള്ളൊരു ബോൾഡ്നെസ്, എനിക്കൊരു ആത്മവിശ്വാസമുണ്ട്. അതെനിക്കറിയാം. അതെനിക്ക് ഈ ക്ലാസ്സിലൂടെയാണ് കിട്ടിയത്. അപ്പോൾ അതേപോലെ വരുന്ന ഫ്യൂച്ചർ തലമുറകൾ, നമുക്ക് പെൺകുട്ടികളായിട്ട് ഇത് വരുന്ന ആൾക്കാർക്ക് അവർക്ക് വേണ്ടതായിട്ടുള്ള അഡ്വൈസ് ഉണ്ട്. എസ്പെഷ്യലി ഫീമെയിൽസ് ഒക്കെ ആകുമ്പം അവർക്ക് സെൽഫ് ഡിഫെൻസ് ഭയങ്കര ഒരു അത്യാവശ്യമായ ഒരു കാലഘട്ടമാണിത്. ഇപ്പം ഞാനായാലും തനിച്ച് പുറത്ത് പോകുന്നുണ്ട്, ഒരുപാട് യാത്ര ചെയ്യുന്ന ഒരാളാണ്. ഇപ്പോൾ രാത്രി ഇപ്പം ഡോജോയിൽ വരുമ്പോഴും ഒക്കെ എൻ്റെ മെയിൻ ഒരു മോട്ടിവേഷൻ എന്ന് വെച്ചാൽ എനിക്കറിയാം സെൽഫ് ഡിഫെൻസ്. അപ്പോൾ എനിക്ക് ഫേസ് ചെയ്യാം, അറിയാം എന്നുള്ളൊരു കോൺഫിഡൻസ് എൻ്റെ ഉള്ളിൽ കിടക്കുന്നതുകൊണ്ട് എനിക്ക് പേടിക്കേണ്ട ഒരാവശ്യം വരുന്നില്ല. അപ്പം മാർഷൽ ആർട്സ് കൊണ്ട് എനിക്കത് വലിയൊരു ഗുണമാണ്. ഇപ്പോൾ ബോധിധർമ്മയിൽ ജോയിൻ ചെയ്തു. ഇപ്പോൾ ഈ ലേഡീസ് നമ്മൾ ഇവിടെ വന്ന് പഠിക്കുമ്പോൾ ഇവിടെ എന്ത് സെക്യൂരിറ്റിയാണ് നീ ഫീൽ ചെയ്യുന്നത്? അപ്പോൾ വരുന്ന ആൾക്കാർ നിൻ്റെ ഈ ഒരു തോട്ട് കൊണ്ട് അവർക്ക് ഇവിടെ പോയി ആ ബോധിധർമ്മയിൽ നമുക്ക് സെക്യൂരിറ്റി ഉണ്ട്, നമുക്ക് പോയി ജോയിൻ ചെയ്യാം, അങ്ങനത്തെ ഒരു അഭിപ്രായം ഇതിൽ കൂടി നമുക്ക് എങ്ങനെയാണ് ബോധ്യപ്പെടും? ഇവിടെ ജോയിൻ ചെയ്യാൻ ഫീമെയിൽസ് ആയാലും പേടിക്കേണ്ട അങ്ങനൊരു ആവശ്യം എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. കാരണം മാഷിമാരായാലും എല്ലാവരും നല്ല സപ്പോർട്ടീവാണ്. സെക്യൂരിറ്റി നമ്മളിവിടെ ഒന്നും നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. ഇപ്പോൾ പഠിപ്പിക്കാനായാലും ഫീമെയിൽ ഇൻസ്ട്രക്ടേഴ്സ് ഉണ്ട്. അതുകൊണ്ട് ഒന്നിനും പേടിക്കേണ്ട ഒരു ആവശ്യം എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. നല്ല സേഫ് ഒരു എൻവയൺമെൻറ്റ് തന്നെയാണ് ബോധിധർമ്മ പ്രൊവൈഡ് ചെയ്തത്. താങ്ക് യു ജസ്നയുടെ. ഇപ്പോൾ ബോധിധർമ്മ തുടങ്ങിയിട്ട് എത്ര കൊല്ലമാകുന്നു? 27 വർഷത്തോളം. 27 കൊല്ലമാണ്. ഇപ്പോൾ നമ്മളിത് മാഷിന് വരുമ്പോൾ ഇവിടെ പലതരത്തെ കുട്ടികളുണ്ട്. ചെറിയ പ്രായം തൊട്ട് വലിയ പ്രായം തൊട്ട് ലേഡീസും വരുന്നുണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ പ്രത്യേകിച്ച് ഇത് ചോദിക്കാൻ കാരണം, ലേഡീസിന് വരുമ്പോൾ അവർക്ക് മാഷിലായുള്ള അഭിപ്രായം എന്തുവാ, അവർക്ക് എന്ത് വക സെക്യൂരിറ്റിയാണ് മാഷ് കൊടുക്കുന്നത്, അവർക്ക് ട്രെയിനിങ് സെഷൻസ് എങ്ങനെ കൊടുത്തിട്ടാണ് അവർ മുന്നോട്ട് കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ വരുന്ന ആൾക്കാർ തുടക്കം തൊട്ട് അവസാനം വരെ അവർ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. കാരണം നമുക്ക് അത്യാവശ്യം ഉദ്ദേശിക്കുന്നത് ബ്ലാക്ക് ബെൽറ്റോ അവരല്ലെങ്കിൽ വരുന്ന പ്രശ്നങ്ങൾ എതിർകൊള്ളാനുള്ള കോൺഫിഡൻസ് ലെവൽ അവർക്ക് കിട്ടുന്നുണ്ടോ? ഉറപ്പായിട്ടും, ഓഫ് കോഴ്സ്. നല്ല ക്വസ്റ്റ്യൻ. അതായത് ഇവിടെ വരുന്ന പെൺകുട്ടികൾ, എൻ്റെ അഭിപ്രായത്തിൽ പെൺകുട്ടികളാണ് പഠിച്ചിരിക്കേണ്ടത്. ബിക്കോസ് അവർക്ക് ഫിസിക്കലി ആവട്ടെ മെൻ്റലി ആവട്ടെ ഫിറ്റ്നസ്സിലുപരി സെൽഫ് ഡിഫെൻസിനുള്ള കോഴ്സ് പഠിപ്പിക്കുന്നുണ്ട്. അപ്പം കുറച്ച് മുമ്പേ ജസ്ന എൻ്റെ പ്രിയപ്പെട്ട ഒരു സ്റ്റുഡൻ്റാണ്. കുട്ടി പറഞ്ഞ് വളരെ ഷൈ ആയിരുന്നു, ഫാറ്റായിരുന്നു. അതിനെല്ലാം മാറ്റം ഉണ്ടായി. നല്ല ഫിറ്റായി, മെൻ്റലി ഫിറ്റായി. അതാണ് ഷൈ മാറി. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ലാസ്റ്റ് ഇയറിൽ മോർ ദാൻ 500 സ്റ്റുഡൻസിനെ സമ്മർ ക്യാമ്പ് ലീഡ് ചെയ്തത് ജസ്നയാണ്. അപ്പം ആ ഷൈ ആയ ഫാറ്റായിട്ടുള്ള ആ കുട്ടിയിൽ നിന്നും ഇതുപോലൊരു ഇൻസ്ട്രക്ടറായിട്ട് എനിക്ക് വാർത്തെടുക്കാമെങ്കിൽ ഇനി ആര് വന്നാലും നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാൻ പറ്റും. ഇതുപോലെ ഈ ജസ്നയെ പോലെ തന്നെ കുറേ കുട്ടികൾ വന്ന് താഴെ മുതൽ മുകളിൽ വരെ കുട്ടികൾ വന്ന് പലരും നമ്മുടെ ലോകത്തിൽ എൻ്റെ 26-27 വർഷത്തെ എക്സ്പീരിയൻസിൽ ഒരുപാട് പേര് വന്ന് മാസ്റ്ററായി മാറിയിട്ടുണ്ട്. പലരും പലയിടത്തും പഠിപ്പിക്കുന്നുണ്ട്. ഇന്ത്യയിലാവട്ടെ ഈ ബഹ്റൈനിലായാലും ഇൻസ്ട്രക്ടേഴ്സ് വേറെയും ഉണ്ട്, ലേഡീസ് ആൻഡ് ജെൻസ്. താങ്ക് യു.